മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ച കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കക്കോടിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം രാവിലെ 10 മണിയോടെ വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ സംസ്കരിക്കും. ഇന്നലെ രാത്രിയിൽ ബന്ധുക്കൾ മംഗളൂരുവിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങിയിരുന്നു. അനൽക്ക സേതുണ്ട് വിവരങ്ങളുമായിട്ട്. അനൽക്ക, അത്യന്തം സങ്കടകരമായ ഒരു അന്തരീക്ഷമാണ്. എന്താണിപ്പോൾ വീട്ടിൽ നിന്നുള്ള സാഹചര്യം? എന്താണ് മറ്റ് ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? സേതുലക്ഷ്മി, ഇന്നലെ രാവിലെയോട് കൂടിയിട്ടാണ് മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിലുണ്ടായിട്ടുള്ള വിഷവാതക ചോർച്ചയിൽ കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദ്, അതോടൊപ്പം തന്നെ പ്രയാഗ്രാജ് സ്വദേശി ദീപ് ചന്ദ്ര എന്നിവർ മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെയാണ് ഇവരെ ഈ ഫാക്ടറിയുടെ ഈ പ്രധാനപ്പെട്ട ടാങ്കിന് മുൻവശം ഇവരെ വീണനില, അതായത് ബോധരഹിതരായി കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ മരണം സംഭവിക്കുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ബിജിൽ പ്രസാദിന്റെ കുടുംബാംഗങ്ങൾ മാംഗ്ലൂരിലെത്തി മൃതദേഹം അവിടെ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഇന്ന് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കക്കോടി ബിജിൽ പ്രസാദിന്റെ വീടിന് സമീപത്താണ്. ഇവിടെ പൊതുദർശനമുണ്ട്. ബന്ധുക്കളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളൊക്കെ തന്നെ ബിജിൽ പ്രസാദിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിജിൽ പ്രസാദിന് ഭാര്യയും അതോടൊപ്പം 4 വയസ്സുള്ളൊരു മകളുമുണ്ട്. ബിജിൽ പ്രസാദ് മംഗളൂരുവിൽ പുതിയ വീടൊക്കെ വെച്ച് ഈ വീട്ടിൽ അടുത്ത് തന്നെ ഗൃഹപ്രവേശം നടത്താനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. അതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള സംഭവം അരങ്ങേറിയത്. അതോടൊപ്പം തന്നെ ഇന്ന് ബിജിൽ പ്രസാദ് പഠിച്ചിട്ടുള്ളത് ബസ്റ്റിയിൽ എഞ്ചിനീയർ പോളിടെക്നിക്കിലായിരുന്നു. അവിടെ ഈ പോളിടെക്നിക്കിൽ ഇവരെ ഗെറ്റ് ടുഗദറൊക്കെ തന്നെ ഈ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ബിജിൽ പ്രസാദിന്റെ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്ന് ഇത്തരത്തിലൊരു ഗെറ്റ് ടുഗദറൊക്കെ വെക്കാൻ തീരുമാനിച്ചു. അതിനിടയിലാണ് ഇതിലൊരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഓർക്കുന്നത് ഈ ഘട്ടത്തിൽ? ഇതേപോലെ അവൻ രാവിലെ ഇവിടെ എത്താമെന്ന് പറഞ്ഞതാണ്. രാവിലെ എത്തിയിട്ട് വിളിക്കുക, നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് നിന്നതാണ്. അപ്പോൾ അവന് ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫാമിലി അവിടെ ഒരു വൈഫും മോളും ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ തിരിച്ചു പോകണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നിന്നതാണ്. അതാണ് ഈ പറയുന്നത്. പുതിയ വീടൊക്കെ വെച്ചിട്ട് ഗൃഹപ്രവേശം നടത്താനുള്ള തയ്യാറെടുപ്പിലും കൂടിയായിരുന്നു. അതെ, വീട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഈ സെപ്റ്റംബറിലെങ്ങാണ്ടാണ് അവർ ഫിക്സ് ചെയ്ത് പാല് കാച്ചാൻ വേണ്ടി. അതിനിടയ്ക്കാണ് സംഭവിക്കുന്നത്. അത് തന്നെയാണ് സേതുലക്ഷ്മി. ഇതുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷം തന്നെയാണ്. ആളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഉള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത്.